ഇപ്പോൾ ഈ ദിലീപിന്റെ വിഷയം നോക്കുകയാണെങ്കിൽ ദിലീപിന് ശുക്രൻ ഉദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് യൂട്യൂബിലൊക്കെ ആളുകൾ പ്രഡിക്ഷൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോ ആ ശനിദശ വരുന്ന സമയത്ത് ജയിൽവാസം ഉണ്ടായിരുന്നു. 12ാം ഭാവം വന്ന ജയിൽവാസം, 12ാം ഭാവത്തിന്റെ ശനി വന്ന ജയിൽവാസമാണ്. പിണറായി വിജയൻ എന്തൊക്കെ ചെയ്തിട്ട് ഉദിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന് ശുക്രൻ ഉച്ചത്തിലാണ്. നല്ലൊരു മാതൃഭക്തനായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണൂർക്കാരൻ നല്ലൊരു മാതൃഭക്തനാണ്, ദൈവാധീനമുള്ള ഒരാളാണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പല തെളിവുകളും എനിക്കറിയാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിരീശ്വരവാദിയായിട്ടുള്ള പിണറായി വിജയന് ദൈവാധീനമുണ്ട്. നിരീശ്വരവാദിയൊന്നുമല്ല അദ്ദേഹം. ദിലീപ് ഒരു ഭക്തനാണ്. മഹാദേവനെയും ഹനുമാന്റെയും അമ്പലത്തിൽ എപ്പോഴും ഭക്തൻ. നമ്മുടെ ആലുവക്കാരനാണല്ലോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ മഹാദേവന്റെ അടുത്ത് പോയാൽ മതി. മഹാദേവനെയും ഹനുമാനെയും പ്രാർത്ഥിച്ചാലും ഭദ്രകാളിയും പ്രാർത്ഥിച്ചാൽ. അമ്മ നമസ്കാരം, ബാക്കിലേക്ക് സ്വാഗതം. അമ്മ, ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണെങ്കിലും ഒരുപാട് സെലിബ്രിറ്റികളുടെ വിഷയങ്ങളാണെങ്കിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണ പാളി വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പിണറായി വിജയനോ സർക്കാരിനോ ഒന്നും അഫക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ദിലീപുണ്ട്, ദിലീപിൻ്റെ വിഷയം കത്തി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസ് യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദിലീപിന് ശുക്രൻ ഉദിക്കുന്ന സമയമാണ്, ദിലീപിൻ്റെ കണ്ടകശനി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ഇവരനുഭവിക്കുന്ന ഈ വിഷയങ്ങളും ഇവരുടെ അസ്ട്രോളജിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമസ്കാരം. പിണറായി വിജയൻ എന്തൊക്കെ ചെയ്തിട്ട് ഉദിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന് ശുക്രൻ ഉച്ചത്തിലാണ്. നല്ലൊരു മാതൃഭക്തനായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണൂർക്കാരൻ നല്ലൊരു മാതൃഭക്തനാണ്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മ വയ്യാതെ കിടന്നപ്പോഴും അദ്ദേഹം ഭക്ഷണമൊക്കെ വാരി കൊടുക്കുമായിരുന്നു. ആ ഒരു ഗുരുത്വം, 3 അക്ഷരമാണ് നമുക്ക് വേണ്ടത്, ഗുരുത്വം. ആ ഗുരുത്വം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയവും നല്ലതാണ്. അപ്പോൾ സമയം നല്ല, പലരും പറയുന്നു ശുക്രദശയാണെന്ന് പറയുന്നു, എന്ത് നക്ഷത്രമാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയം നല്ലതാണ്, ദൈവാധീനമുള്ള ഒരാളാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പുറമേ രാഷ്ട്രീയക്കാരാണ്, അദ്ദേഹത്തിന് ദൈവാധീനം ഉണ്ടെന്ന് പല തെളിവുകളും എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരീശ്വരവാദിയായിട്ടുള്ള പിണറായി വിജയന് ദൈവാധീനമുണ്ട്. നിരീശ്വരവാദിയൊന്നുമല്ല അദ്ദേഹം, നിരീശ്വരവാദിയൊന്നുമല്ല. എനിക്ക് പല കാര്യങ്ങളും കൊണ്ടും അറിയാം. അദ്ദേഹം ഭക്തനാണെന്നും അവിടെ നാഗപ്രതിഷ്ഠയുണ്ടെന്നും ഒക്കെ അറിയാം. പക്ഷെ നമ്മളത് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു മാർക്സിസ്റ്റ് തലത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമയം നന്നായപ്പോൾ ഉയർന്നു പോരുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിലനിൽപ്പുള്ളത് എന്തുകൊണ്ടാണ്? ഉള്ളിലൊരു ഭക്തി ഉള്ളതുകൊണ്ടാണ്. ഉള്ളിലൊരു ഭക്തിയുള്ളവർക്ക് ഒന്നും കേൾക്കില്ല. അങ്ങനെ ഒരു കാരണമുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒന്നും ഏക്കില്ല അവർക്ക്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഓറകൾ നല്ലതായിരിക്കാം, പ്രാർത്ഥന ഉണ്ടായിരിക്കാം, നമുക്കറിഞ്ഞുള്ളൂ അദ്ദേഹത്തെ പറ്റി. പക്ഷേ പുള്ളി ഉള്ളിലൊരു വ്യക്തിയുള്ള നന്മയുള്ളൊരു മനുഷ്യനായിരിക്കാം. മറ്റുള്ള സാഹചര്യങ്ങളായിരിക്കാം അങ്ങനെ ഇങ്ങനെ ആക്കുന്നത്. അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഇനി ഒന്നും അഫക്ട് ചെയ്യാത്ത ഇത്രയും വിഷയങ്ങളൊന്നും? ഇപ്പം മക്കള് കുരുത്തക്കേട് കാണിച്ചു, മക്കളുടെ കൂടെ നിൽക്കുന്നു. മകളിപ്പോൾ എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. അപ്പം അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ധൃതരാഷ്ട്ര സത്യമുള്ള ഒരാളായിരുന്നു. മകൻ മോശമായിരുന്നു, മക്കൾക്ക് വേണ്ടി നിന്നുകൊണ്ടല്ലേ അദ്ദേഹം ഈ കൊളറായ്മയ്ക്ക് കൂട്ടുന്നത്. ശരിയല്ലേ? പഴയ മാനസികക്കാരൊക്കെ സത്യമുള്ളവരായിരുന്നു. നായനാരൊക്കെ നല്ല മനുഷ്യനായിരുന്നു, വളരെ നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ കൂട്ടു നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ തെറ്റുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ധൃതരാഷ്ട്രം നല്ല മനുഷ്യനല്ലേ, അദ്ദേഹം എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു? മക്കൾക്ക് വേണ്ടി. മക്കളെ പേടിച്ചിട്ട്, അതും വരാം, പേടിച്ചിട്ടും വരാം. മക്കളോട് സഹതാപം. ഒരുപാട് മക്കൾ വിഷയം വന്നാലും പ്രശ്നം, കരുണാകരന് പ്രശ്നം വന്നതാണ് മക്കൾക്ക് വേണ്ടി കാണിച്ചുകൊണ്ടാണ്, അല്ലേ? അപ്പൊ ഇതുവരെ ഈ മക്കൾ വിഷയം വരുമ്പോഴാണ്, മക്കൾ ഭക്തി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇതും ജ്യോതിഷവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ജ്യോതിഷം ഉണ്ടാവും, അദ്ദേഹത്തിന് ജാതകത്തിലുണ്ടായിരിക്കും. അല്ല, പൊതുവെ ഇത്തരത്തിലുള്ള ജാതകക്കാരുടെ ഇതില് ജാതകത്തിൽ അങ്ങനെയൊക്കെ വരുമോ? ജാതകത്തിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷെ 9ാം ഭാവം, മക്കൾ ജനിച്ച ശേഷമായിരിക്കും ഇദ്ദേഹത്തിൽ അഭിവൃദ്ധി ഉയർച്ചയും വന്നിട്ടുണ്ടാവുക. ഇപ്പൊ കരുണാകരൻ്റെ മകൾ ജനിച്ച ശേഷം കരുണാകരൻ നന്നായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പെയിൻ്റടിക്കാരനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മകൾ ജനിച്ച ശേഷം അപ്പോൾ ആ മക്കളോട് പ്രത്യേക സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചിട്ട് നമുക്ക് ഒരുപാട് ഉയർച്ച വരാണെങ്കിൽ എന്ത് ചെയ്യും? ആ കുട്ടിയോട് പ്രത്യേകമായ അമിതമായ സ്നേഹം ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികൾ എന്ത് വഴി തെറ്റിയാലും നമ്മളതിന് കൂട്ടു നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് രാഷ്ട്രീയക്കാരോടെ ഉണ്ട് ഇപ്പോൾ നമുക്ക്. കാരണം മക്കൾക്ക് വേണ്ടി മക്കൾ പ്രേമം വരിക, അതാണ് പ്രശ്നം, അതാണ് കാരണം അവർ ജനിച്ച ശേഷമായിരിക്കും ഇവർക്ക് കുറിച്ച് വന്നിട്ടുണ്ടാവുക. അത് 9ാം ഭാവം ഭാഗ്യമുള്ള മക്കളുണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിന് ജാതകം നമുക്കറിഞ്ഞുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ജാതകം വിശകലനം ചെയ്യണമെങ്കിൽ 9ാം ഭാവത്ത് ഭാഗ്യമുള്ളതായിരിക്കും. മക്കൾ വരുന്നതോറും ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഈ ദിലീപിൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ദിലീപിന് ശുക്രൻ ഉദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് യൂട്യൂബിലൊക്കെ ആളുകൾ പ്രഡിക്ഷൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒരു ശുക്രൻ ഉദിച്ചുകൊണ്ടാണോ അദ്ദേഹത്തിന് വീണ്ടും ഒരു റീ എൻട്രി ആയിട്ട് വരേണ്ടി വന്നത്? ദിലീപ് ഒരു ഭക്തനാണ്. മഹാദേവനെയും ഹനുമാന്റെയും അമ്പലത്തിൽ എപ്പോഴും ഭക്തൻ. നമ്മുടെ ആലുവക്കാരനാണല്ലോ. മഹാദേവ ക്ഷേത്രത്തിൽ എപ്പോഴും അദ്ദേഹം പോകുമായിരുന്നു.
മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാദേവന് തുമ്പപ്പൂ സമർപ്പിക്കുകയും മഹാദേവ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മഹാദേവനോട് ടച്ച് വിട്ടപ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവുക. പിന്നെ ശുക്രൻ വരാൻ സാധ്യതയില്ല, കാരണം ഉത്തര നക്ഷത്രം എന്നാണ് പറയുന്നത്. ഉത്തര നക്ഷത്രം ആദിത്യദശയിലെ ജനനം. ആദിത്യദശ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശയാണ്, ചൊവ്വ, പിന്നെ രാഹു ആയിരിക്കും മിക്കവാറും. അത്ര പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ രാഹുദശ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. രാഹു അല്ലെങ്കിൽ വ്യാഴം. ശുക്രൻ വരാൻ വഴിയില്ല. രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ഒരുപാട് വയസ്സാവും ശുക്രൻ വന്നെങ്കിൽ ഉത്തര നക്ഷത്രക്കാർക്ക്. അപ്പോൾ ശുക്രനായിരിക്കില്ല, അപ്പം ശനി നീചത്തിലോ മറ്റോ ആയിരിക്കും നിൽക്കുന്നത്. ആ സമയത്തായിരിക്കാം അദ്ദേഹത്തിന് ജയിൽവാസമൊക്കെ വന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് മാറിക്കഴിഞ്ഞപ്പോഴായിരിക്കും നന്മ. ഇപ്പോൾ ഉത്രം കാലാണെങ്കിൽ ഇപ്പോൾ ശനിയൊന്നുമില്ല അവർക്ക്. ഉത്രം കാലിന് കണ്ടകശനിയൊന്നുമില്ല. അപ്പോൾ ഉത്രം കാലമായിരിക്കും. നമുക്ക് ഇവരുടെ ജാതകം എന്ന് പറഞ്ഞുകൂടല്ലോ. എന്തായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ മഹാദേവന്റെ അടുത്ത് പോയാൽ മതി. മഹാദേവനെ ഹനുമാനെയും പ്രാർത്ഥിച്ചാലും ഭദ്രകാളിയും പ്രാർത്ഥിച്ചാൽ, ഭദ്രകാളി അടുത്ത് പോകണ്ടാവും, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തൊരു കാര്യങ്ങളുമില്ല. കാരണം മഹാദേവനും പാർവതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നായകന്മാർ. മഹാദേവനും പാർവതിയാണ് പല രൂപങ്ങളിലും വന്നിരിക്കുന്നത്. ദേവി ഭാഗവതത്തിൽ കാണാം, മഹാദേവൻ ദേവിയായിട്ടും പാർവതി ദേവി ശ്രീകൃഷ്ണനായിട്ടും ജനിച്ചു എന്നൊക്കെ കാണുന്നുണ്ട്. കൃഷ്ണൻ്റെ ഭാവത്തിൽ വന്നു എന്നൊക്കെ. അപ്പോൾ ഇവർ പാർവതി, അതായത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിവശക്തി സ്വരൂപമാണ്. ശിവനും ശക്തിയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചത്തിനെ പല രീതിയിലും നമ്മൾ കാണുന്നു. പക്ഷേ മഹാദേവനെ പ്രാർത്ഥിച്ചവർക്കൊന്നും ഒരിക്കലും ദുഃഖം വരില്ല. മഹാദേവനിലൂടെ പാർവതി ഉണ്ടല്ലോ. അപ്പോൾ ദേവീദേവന്മാരെ പ്രാർത്ഥിച്ചവർക്ക് ഒരു ദോഷവും വരില്ല. അത് ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉപാസനയോട് ഇരുന്നാൽ അവരെ ഒരു ദോഷം തീണ്ടില്ല. ഈ കർമ്മദോഷങ്ങളൊക്കെ അതിലൂടെ മാറിപ്പോകുമോ? കർമ്മദോഷങ്ങൾ ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച മാറും. അതായത് മുൻജന്മ പാപം നിരന്തരമായിട്ട് മഹാദേവനെ ഉപാസിക്കും, മഹാദേവന് ശംഖാഭിഷേകം ചെയ്യാം, അതേപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുകയൊക്കെ നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മാറിപ്പോകും. പിന്നെ പാവങ്ങളെ സഹായിക്കുക, ആതുരസേവനം ചെയ്യുക. ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് ശനിദേശം നേക്കില്ല അധികം. ഈ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കർമ്മപാപം കൂടെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അതൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കലുള്ളൂ, അല്ല അവർ ഏറ്റെടുക്കണില്ലല്ലോ. അല്ല, അങ്ങനെ ഏറ്റെടുക്കുന്ന പ്രശ്നം വരും. കാരണം ദൈവം ശിക്ഷിച്ചവരെ നമ്മൾ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കില്ല. അത് അപ്പോൾ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കാം. നമ്മൾ സാമ്പത്തികമായിട്ടോ വസ്ത്രമായിട്ടോ ഭക്ഷണമൊക്കെ കൊടുക്കാം. അതൊക്കെ നല്ലതാണ്. ഇത് അവരുടെ കർമ്മത്തിൽ ഇടപെടുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അല്ല, ഭക്ഷണം കൊടുക്കുന്ന കർമ്മമല്ലല്ലോ, ഒരാളുടെ വിശപ്പ് മാറുകയല്ലേ. വസ്ത്രം കൊടുക്കുന്നു, മനുഷ്യന് വേണ്ടതാണല്ലോ അതൊക്കെ. അതൊന്നുമില്ല. പക്ഷെ അവരെ ഏറ്റെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ അത് തെറ്റാണ്. അതിനുള്ള വൃദ്ധസദനങ്ങൾ അവിടേക്ക് ആക്കാം, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ അവരെ ഏറ്റെടുത്ത് കൊണ്ടുവരരുത്, നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത്. ഇപ്പോൾ ഈ ജ്യോതിഷം എല്ലാവരുടെയും ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യും. അതായത് ജ്യോതിഷത്തിൽ പറയുന്ന ചില കർമ്മപാപങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ദിലീപിൻ്റെയൊക്കെ വിഷയത്തിൽ പല ജ്യോതിഷന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ കാലയളവ് അയാൾക്ക് ശനിദശയുടെ സമയമായിരുന്നു, അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെയൊക്കെ വന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ഒരാളുടെ ജാതകത്തിൽ 12ാം ഭാവത്ത് ലഗ്നം, നമ്മൾ ഉദിക്കുന്ന ലഗ്നമാണ്, ലഗ്നത്തിൻ്റെ 12ാം ഭാവത്ത് ശനി ഉണ്ടെങ്കിൽ ആ ശനിദശ വരുന്ന സമയത്ത് ജയിൽവാസം ഉണ്ടായിരിക്കും. അപ്പം അതിന് നേരത്തെ നമ്മൾ 12ാം ഭാവം വന്ന ജയിൽവാസം, 12ാം ഭാവത്തിൻ്റെ ശനി വന്ന ജയിൽവാസമാണ്. വക്രത്തിലൂടെ നോക്കണം, അല്ലെങ്കിൽ ശനി ജയിൽവാസമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സമയങ്ങൾ വരുമ്പോഴേക്കും നേരത്തെ തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ച് ഈ ജാമ്യം നിൽക്കുക, അങ്ങനത്തെ കേസുകളൊന്നും പോരാതിരിക്കുക. എനിക്ക് മിക്കവരുടെയും കഥ അറിയാം. വിദേശത്ത് പോയതാണ്, ജയിലിലായി, ലക്ഷങ്ങൾ കൊടുത്ത് സ്വിറ്റ്സർലാൻഡിൽ പോകാൻ പോയതാണ്, ന്യൂസിലാൻഡോ അങ്ങോട്ട് പോകാൻ പോയ ഒരാളാണ്. അവർ പോയിട്ട് യാതൊരു വിവരവും ഇല്ല. പൈസ കൊടുത്ത് പോയി, 35 ലക്ഷം കൊടുത്ത് സ്ഥലമൊക്കെ വിറ്റ് കൊടുത്തു പോയി. പക്ഷെ അവരെ പറ്റി യാതൊരു വിവരവും ഇല്ല. അപ്പോൾ നോക്കി എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മൾ ഹനുമാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മഹാദേവൻ്റെ അടുത്ത് ഒരുപാട് നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഹനുമാൻ്റെ അവിടെ അമ്പലത്തിൽ പോയി, അവിടെ ഒരു വേറെ ഇതുണ്ട്, പഞ്ചമുഖ ഹനുമാൻ എന്ന് പറയുന്നുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ ഒരു വഴിപാടൊക്കെ ഉണ്ട്, ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം പോയി, 3 ദിവസം പോയി, ഒന്നും ആയില്ല, ഇരിക്കാൻ പറഞ്ഞു പോയി. 7ാമത്തെ ദിവസം വൈഫ് വീട്ടിൽ തിരിച്ചെത്തി. എങ്ങനെ വന്നു? പൈസ പോയി, അപ്പോട്ടെ, ആളെ കിട്ടിയല്ലോ. അപ്പോൾ ഇവർ തട്ടിപ്പായിരുന്നു, വിസ തട്ടിപ്പായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത, അവർ ജയിലിലായിരുന്നു. പക്ഷേ എന്തോ ഒരു ദൈവാദിനം കൂടി പുറത്തു വന്നു. ഈ പുറത്തു വരാൻ പറ്റില്ല, ദുബായ് ജയിലിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഭഗവാന്റെ ഒരു കൃപയല്ലേ, നമുക്ക് പോയി രക്ഷിക്കാൻ പറ്റുമോ? ഭഗവാന്റെ ഒരു കൃപയല്ലേ. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇതൊക്കെ ഇതിനെ നമുക്ക് മാറ്റാൻ കഴിയുമോ? ജാതകം എന്ന് പറഞ്ഞാൽ സത്യമായ കറക്റ്റ് സമയം ആണെങ്കിൽ അത് കറക്റ്റായിരിക്കും. മരിക്കുന്നവരൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ മരിക്കാമെന്ന് പറയാൻ പറ്റും, കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ പറയില്ലാരും, മരണമെന്നും പറയില്ലാരും. മരണം നമ്മൾ അപ്പത്തിൻ്റെ കാറ്റ് പോകും. ഒരാളുടെ പറയാം നീ ഇത്ര ദിവസം കൊണ്ട് പറഞ്ഞാൽ പ്രശ്നമല്ലേ.
അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു നിങ്ങൾ 60 കഴിഞ്ഞാൽ പിന്നെ 65 അല്ലെങ്കിൽ പിന്നെ 85. ചിന്ത്യം എന്ന് പറയും. അത്ര ജാതകത്തിൽ എഴുതുമ്പോൾ ശേഷം ചിന്ത്യം. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർ, അവർക്ക് അവസാനം വരുന്ന രാഹുദേശിയാണ്. അതിൽ നിന്ന് എസ്കേപ്പായി വരാൻ ബുദ്ധിമുട്ടാണ്. വരുന്നവരൊക്കെ ഉണ്ട്. അത് എസ്കേപ്പായി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല കാലമാണ്. 18 വർഷമാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്, കണ്ണിന് ബുദ്ധിമുട്ട്, കാലിന് ബുദ്ധിമുട്ട്, വീഴ്ച ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുൻകൂട്ടി അതിന് പരിഹാരങ്ങൾ ചെയ്ത് ഭഗവാനെ നാഗരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ മാറ്റം വരും എന്തായാലും. എന്നുവെച്ചാൽ ആയുസ്സുള്ളത്, ആയുസ് തുടങ്ങിയ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. പക്ഷേ എങ്കിലും ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റും.